ഇന്ന് രാവിലെ ഒരു സുഹൃത്ത് ഫോൺ ചെയ്തിരുന്നു. പുള്ളി പറഞ്ഞു, അളിയ ചെറിയ പനിയുണ്ടായിരുന്നു, ഇപ്പോൾ പുറത്തൊക്കെ ചെറിയ കുമിളകൾ പോലെ നിൽക്കുന്നുണ്ട്, മങ്കി പോക്സ് ആണോ എന്നൊരു സംശയമുണ്ട് അളിയ. ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്, ഡോക്ടറിന് എന്ത് പറയുമോ എന്തോ എന്നറിയില്ല. ദുബായിൽ നിന്നൊക്കെ ഒരുത്തൻ വന്ന് മങ്കി പോക്സ് ഒളിച്ചു വെച്ച് നാട്ടിലേക്ക് ഇറങ്ങി നടന്ന് ആൾ തട്ടിപ്പോയിട്ടുണ്ട്. അതുപോലെ ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ അളിയ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അളിയ നീ എന്തായാലും ആശുപത്രിയിൽ പോവല്ലേ, നിലവിൽ ഞാൻ ഡോക്ടർ അല്ലാത്തതുകൊണ്ട് എനിക്ക് നിന്നെ കാണാൻ കഴിയാത്തതുകൊണ്ടും ഈ രോഗത്തിനെ കുറിച്ച് കൂടുതൽ കാര്യം അറിയാത്തതുകൊണ്ടും വിശദമായിട്ടൊന്നും പറയാൻ കഴിയുന്നില്ല. നീ എന്തായാലും ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറെ ഒന്ന് കാണാൻ പറഞ്ഞു. പുള്ളി പോയി. കുറേ കഴിഞ്ഞിട്ട് വിവരമില്ല, ഉച്ചയായി, വൈകുന്നേരമായി. ഈ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കോൾ വന്നു, അളിയ എന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, എനിക്ക് മങ്കി പോക്സ് അല്ല ചിക്കൻ പോക്സ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് പോക്സ് ആണെങ്കിലും കുഴപ്പമില്ല, അളിയൻ ആശുപത്രി കിടന്ന് റെസ്റ്റ് എടുത്ത് മരുന്നൊക്കെ കഴിച്ച് വിശ്രമിക്കൂ, നിനക്ക് ആവശ്യമുള്ള മധുര പലഹാരങ്ങളോ പഴവർഗ്ഗങ്ങളോ ഒക്കെ ആയിട്ട് ഞാൻ നിന്നെ വന്ന് കാണാമെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് അവിടെ കിടത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ കോവിഡ്-19 വന്ന് കംപ്ലീറ്റ് തീർന്നിട്ടില്ല. അലകളായിട്ട് 4, 5, 6 സ്റ്റേജുകളൊക്കെ ആയിട്ട് മനുഷ്യരെ ഇതിങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് ഒഴിഞ്ഞിട്ട് വേണം സ്വതന്ത്രമായി മാസ്ക് ഇല്ലാതെ വെളിയിലിറങ്ങി ശ്വസിച്ചുകൊണ്ട് നടക്കാനെന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി. അതിൽ നിന്നൊരു ആശ്വാസം കിട്ടുമോ എന്ന് കാത്തിരിക്കുന്നതിനിടയിലാണ് പുതിയൊരാൾ ഇറങ്ങിയിരിക്കുന്നത്, മങ്കി പോക്സ്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം പുതിയ ആളല്ല. 1970കളിലാണ് ഇദ്ദേഹത്തിനെ മനുഷ്യരിലോട്ട് പടരുന്നതായിട്ട് കണ്ടെത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഈ മങ്കി പോക്സ് എന്നുള്ള സംഭവം ആദ്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടത് 1958ലാണ്. ഈ പരീക്ഷണങ്ങളൊക്കെ, മരുന്ന് പരീക്ഷണങ്ങളൊക്കെ നടത്താനായിട്ട് മൃഗങ്ങളെ അടച്ചു സൂക്ഷിക്കുന്ന ലാബുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കുരങ്ങുകളെ അടച്ചു സൂക്ഷിച്ചിരുന്ന ഒരു ലാബിൽ 2 കുരങ്ങുകളുടെ പുറത്ത് ഈ ചിക്കൻ പോക്സ് പോലുള്ള ഒരു രോഗം കാണുകയും ആ രോഗം അവർ പരിശോധിച്ചിട്ട് പുതിയൊരു രോഗമാണെന്ന് മനസ്സിലാക്കുകയും അപ്പോൾ ഇതാണ് മങ്കി പോക്സ് എന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഈ രോഗത്തിന് അവർ മങ്കി പോക്സ് എന്ന് പേരിടുകയും ചെയ്തു എന്നുള്ളതാണ് ശരിക്കും ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനു മുമ്പായിട്ട് ഈ രോഗം ഉണ്ടായിരുന്നോ, ഏത് മൃഗങ്ങളിൽ നിന്നാണ് ഈ രോഗം ശരിക്ക് മനുഷ്യരിലേക്ക് പടർന്നു തുടങ്ങിയത്, അല്ലെങ്കിൽ മൃഗങ്ങളിൽ ഈ രോഗം എങ്ങനെയാണ് പടർന്നു പിടിക്കാൻ തുടങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും ആരും കണ്ടുപിടിച്ചിട്ടില്ല. തികച്ചും അജ്ഞാതമായിട്ടുള്ളൊരു സംഗതിയാണ്. 1970 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ 9 വയസ്സുള്ള ഒരു ആൺകുട്ടിക്കാണ് ഈ മനുഷ്യരിൽ ആദ്യമായിട്ട് ഈ മങ്കി പോക്സ് എന്ന് പറയുന്ന രോഗം പിടിപെട്ട് കാണുന്നത്. ഈ കോങ്കോ മഴക്കാടുകൾക്ക് അടുത്ത് താമസിച്ചിരുന്ന മനുഷ്യരിലാണ് ഈ രോഗം ഒരുപാട് പടർന്ന് പിടിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് അന്നുള്ള റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നുണ്ട്. സാധാരണ പോലെ തലവേദനയും മസിൽ പെയിനും മൊത്തത്തിൽ ശരീരത്തിനൊക്കെ ഒരു വേദനയും തണുപ്പും ക്ഷീണവും ഒക്കെയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ചിലപ്പോൾ ശരീരത്തിൽ ഈ ചിക്കൻ പോക്സിന് കുമിളകൾ വരുന്നത് പോലെ കുമിളകൾ കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഈ മങ്കി പോക്സ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ മൊത്തത്തിലുള്ള ലക്ഷണങ്ങൾ. പിന്നെ ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വളരെ പെട്ടെന്ന് പടരുന്ന ഒന്നല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളൊരു സംഗതി. ഈ രോഗമുള്ള ഒരാൾ ഉപയോഗിക്കുന്ന ടവലുകളോ ബെഡ്ഷീറ്റുകളോ അങ്ങനെയൊക്കെ മാറി മാറി ഉപയോഗിച്ചാൽ രോഗം പടരാം എന്ന് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ സ്രവങ്ങളിലൂടെയാണ് ഈ രോഗം പടർന്നു പിടിക്കാനുള്ള സാധ്യത എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുമാത്രമല്ല, ഈ രോഗത്തിന് കൃത്യമായിട്ടൊരു ചികിത്സാ രീതിയോ ഒരു കൃത്യമായിട്ടുള്ള എന്നേക്കും ഈ രോഗം വരാതിരിക്കാനുള്ള ഒരു വാക്സിനോ ഒന്നും ഇതുവരെയും ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഈ രോഗം വന്നു കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ഈ രോഗം പൂർണ്ണമായും ഭേദമാകും, മാറിപ്പോകും എന്നുള്ളതാണ് നിലവിലുള്ള അവസ്ഥ. എന്നാൽ തന്നെ 3% മുതൽ 6% വരെ ഈ രോഗത്തിന് മരണനിരക്കുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ പ്രതിസന്ധി അല്ല എന്നൊന്നും ആരും കരുതരുത്. മങ്കി പോക്സ് എന്ന് പറയുന്നതും പടർന്നു പിടിക്കാവുന്നൊരു രോഗമാണ്. മരണനിരക്ക് 6% വരെ ഉള്ളൊരു രോഗമാണ്. പെട്ടെന്നൊക്കെ തന്നെ എന്തെങ്കിലും ഒരു പനിയോ തലവേദനയോ കുളിരോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, ശരീരത്തിൽ ഇതുപോലെ കുമിളകളൊക്കെ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോവുക, ഡോക്ടറെ കാണുക, ചികിത്സിക്കുക, മറ്റുള്ളവരുമായിട്ട് സമ്പർക്കത്തിൽ പോകാതിരിക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ സുഹൃത്തിനെ കാണാൻ വൈകുന്നേരം പോയിരുന്നു. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കൊണ്ട് ആശുപത്രിയിൽ ചെന്നു.
അദ്ദേഹത്തിന് ഒരു പനി വാർഡിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൊറോണ രോഗികളെ, COVID-19 രോഗികളെയൊക്കെ പ്രത്യേകിച്ച് ചികിത്സിക്കുന്നത് പോലെ ഒരു ഐസൊലേഷൻ സെറ്റപ്പിലായിരിക്കും ഇദ്ദേഹത്തിനെ അടച്ചിട്ടിരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചത്. കാര്യം പുള്ളി മങ്കി പോക്സ് ആണെന്നൊക്കെ പേടിച്ച് അവിടെ ചെന്ന് ആശുപത്രിക്കാരെ മുഴുവൻ പേടിപ്പിച്ചോ എന്നൊരു സംശയമൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. പുള്ളി ഒരു സാധാരണ ഒരു മുറിയിൽ തന്നെയാണ് താമസിപ്പിച്ചിട്ടുള്ളത്. പുള്ളിയുടെ ബന്ധുക്കൾ 1-2 പേരൊക്കെ കൂടെയുണ്ട്. ഫ്രൂട്ട്സൊക്കെ കൊണ്ട് കൊടുത്തു. പുള്ളിയോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. സമാധാനപരമായിട്ട് ചർച്ചയൊക്കെ നടത്തിയിട്ട് തിരിച്ചു വന്ന ഈ ആശുപത്രിയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ കണ്ടൊരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോവിഡ് വന്ന് പൂർണ്ണമായി മാറിയിട്ടില്ല നമുക്കറിയാം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. എന്നിരുന്നാൽ തന്നെ ഒരു 95% മനുഷ്യരും ഇപ്പോഴും മാസ്ക് ഉപയോഗിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. പൂർണ്ണമായിട്ടും മാസ്കുകൾ മാറ്റാമെന്ന് നമ്മുടെ രാജ്യത്തെ ആരോഗ്യ വകുപ്പ് ആർക്കും ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഈ കൊറോണയുടെ കോവിഡിൻ്റെ ഈ ഓരോ ഘട്ടങ്ങൾ വരുമ്പോഴും മാസ്കുകൾ ഉപയോഗിക്കണമെന്ന് നിർബന്ധമായിട്ട് പറയാറുണ്ട്. തുടക്കകാലം തൊട്ട് കുറേ പേര് ഉപയോഗിച്ചിരുന്നില്ല, ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാർക്കും പനിയും തലവേദനയൊക്കെ ഉണ്ട്. ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും COVID-19 ആണ് എന്നുള്ളതാണ് വസ്തുത. പിന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റിയൊക്കെ കൈവരിച്ച് ഇതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയിലേക്കൊക്കെ എത്തിയത് കൊണ്ട് വലിയ പ്രതിസന്ധികളില്ലാതെ കടന്നു പോകുന്നു എന്ന് മാത്രം. എന്നാലും ഒരു രോഗം വരാനുള്ള സാധ്യതകൾ ഇങ്ങനെ തുറന്നു കിടക്കുമ്പോൾ അതിനോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ച് രോഗത്തിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്ന പരിപാടി അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. എന്തായാലും ഭാഗ്യം കൊണ്ട് സുഹൃത്തിന് മങ്കി പോക്സ് വന്നില്ല. ഇപ്പോൾ മങ്കി പോക്സ് എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അല്ലേ? ഇനിയിപ്പോൾ കോവിഡിനെ തടഞ്ഞതുപോലെ, അഥവാ കോവിഡിനെ തടയാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ശ്രമിക്കുക. അതുപോലെ ഈ മങ്കി പോക്സിനെയും ഒന്ന് തടയാൻ ശ്രമിക്കുന്നതും ഒന്ന് കരുതിയിരിക്കുന്നതും നല്ലതായിരിക്കും.